നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബലി കൊടുക്കുവോ? പറയാൻ ഗുരുക്കന്മാർക്ക് എന്താണ് അവകാശം? പറയാ, അത് പറയാ. ശിവന്റെ ദേ വൈബ് വന്നിട്ടുണ്ട്, സെൻസ് ചെയ്യാൻ പോകും. ഭദ്രകാളി കയറും. ഭദ്രകാളി ദേവി വിത്ത് അഷ്ടലക്ഷ്മിയായിട്ട് വരും ചില സമയം. തിക്ക് എനർജി, ആ ഏരിയ സറൗണ്ടിങ്സ് മൊത്തം ഭയങ്കര. നമ്മളൊരു എന്താ പറയുക, ഡാൽഡയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എങ്ങനെ ഇരിക്കും, അതേമാതിരി എനിക്ക് തിക്കായിരിക്കും. എടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ മനസ്സ് വായിക്കുന്നു, മനസ്സ് വായിച്ചെടുക്കുന്നു. എന്റെ ചിരിയിൽ നിന്ന് ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങ് ആദ്യമേ തന്നെ പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിച്ച എന്തിനാണ് നമ്മൾ ഈ ഡെഡ് ബോഡി ഇതിനെ കൊണ്ട് കത്തിച്ച് കളയണത്? അത് നമുക്ക് തിന്നുകൂടെ? തിന്നുന്നവരുണ്ടല്ലോ. എനർജി താങ്ങില്ല. ഇപ്പൊ കിട്ടുന്നുണ്ടോ വൈബ്? ശിവന്റെ വൈബ് എനിക്ക് എല്ലാ വൈബും കിട്ടും. അപ്പൊ ശിവന്റെ ദേ വൈബ് വന്നിട്ടുണ്ട്, സെൻസ് ചെയ്യാൻ പോവാം. ആർക്ക് സെൻസ് ചെയ്യാത്? അപ്പോൾ ഇത് കയറും. ഇത്രയും വിഷ്ണു കയറും, ഭദ്രകാളി കയറും. ഭദ്രകാളി ദേവി വിത്ത് അഷ്ടലക്ഷ്മിയായിട്ട് വരും ചില സമയം. ചുറ്റത്തൊക്കെ വരും. ഇത്രയും നിന്നതിൽ നിന്നാണ് നമ്മൾ വിട്ടിട്ട് അദ്വൈതത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എത്ര ട്രാൻസ്മിഷൻ, എന്തൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പിന്നെ നമ്മൾ വെയ് ചെയ്യാൻ തുടങ്ങും. ഇതാണോ രണ്ടും നോക്കും നമ്മൾ. ഈ ധ്യാനത്തിലും നോക്കും, ഇതിലും നോക്കും. എന്നിട്ട് വേത് മനസ്സിലായി റിയാലിറ്റി ഇതാണ്. ഞാനൊരു സംശയം. ഇപ്പോൾ പല ഗുരുക്കന്മാരും പറയും നിഷ്ഠകൾ, ഭക്ഷണ രീതികൾ, ഇതൊക്കെ ഈ ആത്മീയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ പാലിക്കപ്പെടേണ്ടവയാണ് എന്ന് പറയാറുണ്ട്. ഇതിന്മേൽ പല ചർച്ചകളും നമ്മൾ തന്നെ നടത്തിയിട്ടുണ്ട്. പല ലൈവ് ചർച്ചകളും സ്പിരിച്വൽ അവേഴ്സിന്റെ രീതിയിൽ നടത്തിയിട്ടുണ്ട്. ഭക്ഷണം, ജീവിതക്രമം, വൃത്തി, ശുദ്ധി, ആരാധന, ജപം, മെഡിറ്റേഷൻ, യോഗ, ഇതെല്ലാം ചേരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സ്വാമി അദ്വൈതാനന്ദപുരി സ്വാമിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നു, ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുമ്പോൾ ഞാൻ അന്ന് ഇവിടുന്ന് പോകുമ്പോൾ, എറണാകുളത്ത് പോകുമ്പോൾ ചോറ്റാനിക്കരയിലും ഒക്കെ കയറിയിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ പറ്റി വിഷയം വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, സാറിന് അറിയൂ കൊടുങ്ങല്ലൂർ ആരാ പ്രതിഷ്ഠ നടത്തി? ഞാൻ പറഞ്ഞാൽ നമ്മുടെ നാരായണത്തുർവാന്തനാണ്. നാരായണത്തുർവാന്തനെ പറ്റി അദ്ദേഹം പറയുന്നത് പരമയോഗി, പറക്കാൻ സിദ്ധിയുള്ളവൻ, ഒരവധൂതൻ. അദ്ദേഹത്തിന്റെ ജീവിതശൈലി എന്തായിരുന്നു? അദ്ദേഹത്തിന് വൃത്തി ഉണ്ടായിരുന്നു, ശുദ്ധി ഉണ്ടായിരുന്നു, ജപം ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, ഭക്ഷണക്രമം ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവധൂതനാണ്. അത് ഈ സ്റ്റേജസ് ഓഫ് ലൈഫ് ഇത് ശരിയോ? ഇപ്പം നമ്മൾ നേരത്തെ 4 സ്റ്റേജസ് പറഞ്ഞില്ലേ? ഈ സ്റ്റേജിൽ നിന്നോട്ടാണ് നമ്മളിത് സംസാരിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഈ പറയവറ്റ മന്ദിരകുലത്തില് നാരായണത്തുർവാന്തനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന കാലം തൊട്ട് അദ്ദേഹം ഭ്രാന്തൻ എന്ന് മുദ്രവത്തപ്പെട്ട ആളാണ്. അത് അവധൂത ഫോമാണത്. അവധൂത ഫോമിൽ ബോഡി സെൻസ് ഇല്ല അവന്. അപ്പോൾ ഈ അഘോരികൾ എന്തിനാ നേക്കഡായിട്ട് നടക്കണത്? അവർ സെൻസ് പോയി. നമ്മൾ ഈ 5 സെൻസസിൽ ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം പ്രശ്നം. ഇത് വിടൂ, അതങ്ങ് വിട്, ആ തലം വിടൂ. തലം വിട്ടാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ ജീവിക്കുന്നതുകൊണ്ടല്ലേ ഇത്. നമ്മളിപ്പോൾ ഭൗതികമായിട്ട് എല്ലാവരും അതും കൂടി വേണമെന്നുള്ളതാണ് ഇതൊക്കെ ഇട്ട് നടക്കുന്നത്. അവർക്ക് നിഷ്ഠ വേണ്ട, ഭക്ഷണം ഒന്നും വേണ്ട. അപ്പോൾ സാധാരണക്കാരോട് ഇത് പറയുന്നത് അതാണ് പറഞ്ഞത്. നമ്മൾ ഈ പറയാൻ ഗുരുക്കന്മാർക്ക് എന്താണ് അവകാശം? അത് പറയാ. ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടുന്ന് 1ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇല്ല, മനസ്സിലാവില്ലല്ലോ. അപ്പോൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പോകണമെന്ന് ആദ്യം നമ്മൾ അക്ഷരം പഠിക്കണം. അത് കഴിഞ്ഞ് കൂട്ടി വായിക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് സെൻറ്റൻസ് വായിക്കാൻ പഠിക്കണം. എന്നിട്ടില്ലേ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂ അല്ലേ? ആ പോകുന്ന പ്രോസസ്സിൽ നിങ്ങളുടെ തലയിൽ ഈ സാധനം ഇംബൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഷ്ഠ ആവശ്യമാണ്. അത് ഭക്തിയിലാണെങ്കിൽ പ്രത്യേകിച്ചും വേണം, ധ്യാനത്തിലാണെങ്കിലും വേണം. കാരണം നിങ്ങളുടെ ചക്രാസ് ഇത് എനർജി ബോഡിയാണത്. നമ്മൾ ഫിസിക്കൽ ബോഡി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ള എനർജി ബോഡീസ് ഉണ്ട്, നാഡീസ് ഉണ്ട്, ചക്രാസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എനർജി ട്രാൻസ്മിഷനാണ്. നിങ്ങളുടെ എല്ലാ ചക്രയും പുറത്തേക്ക് തള്ളി കാണും. നട്ടലിലുള്ള 7 മെയിൻ ചക്രാസ്, 7 ചക്രത്തിൽ മുകളിലും താഴെ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 5 പുറത്തേക്ക് തള്ളിക്കുക, ബാക്കിലേക്ക്, നട്ടലിൽ നിന്ന് പുറത്തേക്ക്. അപ്പോൾ അതാണ് മുട്ടിയിരിക്കാൻ പാടില്ല, ധ്യാനിക്കാനിരിക്കുമ്പോൾ നട്ടൽ നീർന്നിരിക്കണം. ഇതൊക്കെ സ്റ്റെപ്സാണ്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ നോൺ വെജിൻ്റെ കാര്യത്തിലും ഈ വെജിൻ്റെ കാര്യത്തിലും ഈ കടുംപിടുത്തം നമ്മൾ പിടിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നോൺ വെജ് കഴിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എനർജി ഒരു തിക്ക് എനർജിയാണ്. വെജിറ്റേറിയൻസ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സോഫ്റ്റ് എനർജി. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇനിയിപ്പോൾ പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നും അറിയില്ല, ഇഷ ഫൗണ്ടേഷനിൽ പോയിട്ടില്ലേ? അവിടെ ഭൈരവിയുടെ അടുത്ത് ഒന്ന് നോക്കൂ, നല്ല ഫീലായിരിക്കും ഇല്ലേ?
കാരണം അവിടെ താന്ത്രിക് പ്രോസസ്സ് അവിടെ നടക്കുന്നത്. നേരെ ധ്യാനലിംഗത്തിൽ പോയി നോക്കൂ, നോർമൽ ആൾക്കാർക്ക് അവിടെ ചെന്ന് ഒന്നും തോന്നൂല. പക്ഷെ ധ്യാനിക്കേണ്ടവൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അവന് പരമാനന്ദത്തിൽ ഇങ്ങനെ ഇരിക്കാം. എത്ര അരമണിക്കൂർ കഴിഞ്ഞാൽ അവന് എഴുന്നേൽക്കണമെന്ന് തോന്നൂല. മറ്റേതല്ല 2 മിനിറ്റ് കഴിയുമ്പോൾ കണ്ണൂർ നോക്കും, എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകണം എന്നൊരു തോന്നൽ വരും. കാരണം അവന് ഒരു ഫീലും കിട്ടുന്നില്ല അവിടെ. ഇതാണ് എനർജി. ഇത് തന്നെ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതുണ്ട്, എന്ത് ആടിനെയും കോഴീനെയൊക്കെ വെട്ടുന്ന അമ്പലങ്ങളുണ്ട്, ബലി കൊടുക്കുന്ന അമ്പലങ്ങൾ. ആ അമ്പലങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറാൻ പറ്റൂല. തിക്ക് എനർജി ആ ഏരിയ സറൗണ്ടിങ്സ് മൊത്തം ഭയങ്കര. നമ്മളൊരു എന്താ പറയുക, ഡാൽഡയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എങ്ങനെ ഇരിക്കും അതേമാതിരി എനിക്ക് തിക്കായിരിക്കും. ഞാൻ മനോകാമന പോയി ഇവിടെ പോയപ്പോൾ നേപ്പാളിൽ പോയപ്പോൾ അവിടെ ഞാൻ ഷൂ ഊരിയിട്ടിട്ട് അങ്ങനെ ഇറങ്ങാൻ നോക്കിയിട്ട് എന്തേതാ പറ്റണില്ല, എന്നെ അങ്ങോട്ട് അടുപ്പിക്കണില്ല, എന്നെ റിവേഴ്സ് ചെയ്യുക, അങ്ങോട്ട് ബാക്കോട്ടൊക്കെ പുഷ് ചെയ്യണേ. അതാണ് തിക്ക് എനർജി. നേരെ മറിച്ച് സ്വാത്വികമായ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരിക്കും ആ എനർജി. നമുക്ക് സുഖമായിട്ട് നമുക്ക് ബോഡിയിൽ അക്സെപ്റ്റ് ചെയ്യാം. ഇതാണ് ഈ ചക്രയുടെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങുന്നത്. ചക്രാസിൻ്റെ അകത്ത് സീവ് ഉണ്ട്. ഈ സീവ് നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്നും ബ്ലോക്കാവും. നമ്മൾ ഇത് എന്തിനാണ് ഈ പ്രോസസ്സ് ചെയ്യണത്, ക്രിയ ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണതോ നമ്മൾ ജപിക്കുകയും ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ്. ഏത് ശുദ്ധി? ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എനർജി ചാനൽസിനെയാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ഇത് ചെല്ലുമ്പോൾ എനർജി ചാനൽസ് ബ്ലോക്ക് ആവാണ് ചെയ്യണത്. അത് പാടില്ല. പിന്നെ സെക്കൻഡ് തിങ്, ഇതിൻ്റെ മെമ്മറി. നോൺ വെജിൻ്റെ ഒരു സെല്ലെടുത്ത് ഏത് സെല്ലും കൊണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ പുതിയ സയൻറ്റിഫിക് വേയിൽ നമുക്കതിനെ ഓർഗനായിട്ട് ഡെവലപ്പ് ചെയ്യാം ഇല്ലേ? അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒരു മെമ്മറി വേണമല്ലോ, നമ്മുടെ ഈ ബോഡിയുടെ മെമ്മറി വേണ്ടേ? അപ്പോൾ ഈ പന്നിയിറച്ചി തിന്നു വരുമ്പോൾ അവൻ അവസാനം അവൻ്റെ ക്യാരക്ടർ തന്നെ അതിൻ്റെ ഇതായിട്ട് മാറും. കാരണം മെമ്മറി ഇങ്ങനെ സ്ഥിരം കേൾക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ ക്യാരക്ടർ മാറും. മറിച്ച് വെജിറ്റേറിയൻസ് ആകുമ്പോൾ എന്നും അവൻ കിട്ടുന്ന സ്വാത്വികമായ ഭക്ഷണമാണ്, അവനെന്നും ശാന്തസഹിതമായിട്ടിരിക്കും. എന്ന് വിചാരിച്ച് വെജിറ്റേറിയൻസ് ആരും മൊച്ചെടുക്കും എന്നല്ല പറയണത്. വെജിറ്റേറിയൻ വെച്ചെടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ മനസ്സ് വായിച്ചെടുക്കുന്നു. എന്റെ ചിരിയിൽ നിന്ന് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങ് ആദ്യമേ തന്നെ പറയും. അതൊന്നുമില്ല, നമ്മൾക്ക് മൈൻഡ് റീഡിങ് ഒന്നുമില്ല. അപ്പോൾ ഇത് തന്നെ വരികയാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു കട്ടായി പോയി. വെജിറ്റേറിയൻസ് കുറ്റം ചെയ്യുന്നില്ല എന്നല്ല, ആ മെമ്മറി കയറി വരാണ് അതിൻ്റെ മെമ്മറി. ഇനി ഇത് എത്ര ജന്മം ഇവരെടുക്കണമെന്ന് പറയുമ്പോൾ ഈ മെമ്മറി ഇത് ഇവരുടെ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എണ്ണത്തിനെ കൊന്നു. നമ്മൾ കൊള്ളുന്നില്ലെങ്കിലും വേറെ ആൾ കൊന്നിട്ടല്ലേ നമ്മൾ കഴിക്കണത്. നമ്മളൊരു ബലി കൊടുക്കുകയാണ് അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ അല്ലേ? ആ ബലി കൊടുക്കുമ്പോൾ ആര് കൊടുക്കുന്നത്? ഒരു ആത്മാവിനല്ലേ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബലി കൊടുക്കുമോ? ഞങ്ങൾ പഠിപ്പിക്കുന്നത് ആത്മബോധത്തിൽ വരാനാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത് ആത്മബോധം. നീ ആത്മാവാണ്. പിന്നെ നിങ്ങൾക്ക് വൺസ് ആത്മബോധത്തിൽ വന്നാൽ പിന്നെ പദനമസ്കാരമില്ല. ലോകത്തിൻ്റെ സർവ്വചരാചരങ്ങളിൽ സസ്യജീവജാലങ്ങൾക്കും ജന്തുജീവജാലങ്ങൾക്കും ആത്മാവും ഈ പറയപ്പെടുന്ന പ്രാണനും എല്ലാണ്ട്. അപ്പോൾ ഈ സസ്യത്തെ കൊല്ലുന്നത് സസ്യത്തിനെ നമ്മൾ കൊല്ലണില്ലല്ലോ. ഒരു ഫ്രൂട്ട് മെച്ചൂർ ആയി കഴിഞ്ഞാൽ, റൈപ്പൺ ആയി കഴിഞ്ഞാൽ അത് തന്നെ കൊഴിഞ്ഞ് താഴ്ത്തു വീഴുമോ? ഇല്ലേ? നമ്മൾ അതിൻ്റെ അടി കട്ട് ചെയ്ത് എടുത്തിട്ടല്ലല്ലോ തിന്നണത്, കൊന്നിട്ടല്ലല്ലോ തിന്നണത്. നിങ്ങൾക്ക് ആപ്പിള് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുത്തോ, എല്ലാം ആയി കഴിയുമ്പോൾ നിങ്ങൾ പിടിച്ചോന്നും പറഞ്ഞിട്ടല്ലേ അവർ തരണത്. ആപ്പിള് ഇത് പറിച്ചെടുത്തിട്ടല്ലേ നമ്മൾ കഴിക്കണേ. അതെ, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് എന്താണ്? അത് കൊഴിഞ്ഞു പോയില്ലേ? അതിപ്പോ കോഴി, അതിന് മെമ്മറി ഇല്ല. അല്ല, കോഴി ഒരു കാലചക്രം കഴിഞ്ഞാൽ. പക്ഷെ അതൊരു സോളാണ്. നിങ്ങൾ ഒരു ചെടിയുടെയും നിങ്ങൾ സോളിനെ ഇത് ചെയ്യുന്നില്ല, കട്ട് ചെയ്ത് തിന്നാനില്ല. അതിൻ്റെ ഒരു പാർട്ടല്ലേ എടുക്കണുള്ളൂ, ഒരു കഷ്ണല്ലേ എടുക്കണുള്ളൂ. വാഴ അങ്ങനല്ല, മെമ്മറി ഇല്ല. വാഴ കുലച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉപയോഗിക്കില്ല, വെട്ടിക്കളയും. അതോട് തീർന്നില്ല. അതിൻ്റെ ഇത് കഴിഞ്ഞില്ല. ആ വാഴമേ പിന്നെ രണ്ടാമതും വീണ്ടും കുലയ്ക്കുമോ? ഇല്ല, അപ്പം തീർന്നു, അതിൻ്റെ ലൈഫ് കഴിഞ്ഞു. കോഴി ചത്ത് കഴിഞ്ഞാൽ പിന്നെ മുട്ടയിടില്ലല്ലോ. അങ്ങനെയല്ല പറഞ്ഞത്. ചത്ത കോഴീനെ നിങ്ങൾ തിന്നോ എന്ന് പറഞ്ഞാൽ അസുഖം വന്ന് അല്ലെങ്കിൽ ജീവൻ ചത്തുപോയ കോഴീനെ നിങ്ങൾ തിന്നോ? ഞാൻ തിന്നുന്നവരുണ്ടാവും. ഇല്ല, തിന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചത്ത ശവത്തിനെ തിന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിച്ച എന്തിനാണ് നമ്മൾ ഈ ഡെഡ് ബോഡി ഇതിനെ കൊണ്ട് കത്തിച്ച് കളയണത്? അത് നമുക്ക് തിന്നുകൂടെ? തിന്നുന്നവരുണ്ടല്ലോ. ആരുണ്ട്? അവിടെയാണ് നിങ്ങളുടെ കുഴപ്പം. അവരുടെ നിങ്ങൾ ഇതായിട്ട് കമ്പയർ ചെയ്യരുത്, നോർമൽ ബീയിങ്സായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം അവർ എല്ലാ സെൻസും വിട്ട ആൾക്കാരാണ്. ഈ 5 സെൻസിൽ നിൽക്കുന്ന ആൾക്കാരും 5 സെൻസിൽ അപ്പുറം പോയ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അവരത് മാംസമൊന്നും നല്ലോണം തിന്നണേ, അവർക്ക് തിന്ന ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അവരതിനകത്ത് മസാല ചേർക്കണുണ്ടോ? നമ്മളിവിടെ മസാല ചേർക്കാണ്ട് നിങ്ങൾക്ക് പച്ചിറച്ചി തിന്നാൻ പറ്റുമോ? എന്താ പറ്റാത്തത്?
ഛർദ്ദിച്ചോളയും, അപ്പം ഛർദ്ദിക്കും. അവൾ ജമ്മത്ത് പിന്നെ കഴിക്കില്ല. പക്ഷെ അപ്പം നമുക്കെന്താണ് പഞ്ചേന്ദ്രിയ സെൻസിൽ ആ സ്റ്റിമുലസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കഴിക്കണേ. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ മൂവാറ്റുപുഴ പോകുമ്പോൾ ആ ഇഡ്ഡലിക്കട കയറും, ഈ പറയുന്ന എല്ലാ സാധനവും അവിടെ കിട്ടും ഇഡ്ഡലി കൊണ്ട് ഇല്ലേ. ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതല്ല, അവിടെ എല്ലാ ഇത് കിട്ടും. മഞ്ചൂരിയൻ, ഇഡ്ഡലി മഞ്ചൂരിയൻ, ഇഡ്ഡലി ചില്ലി, പെപ്പർ ഇഡ്ഡലി, എല്ലാ സാധനവും അവിടെ അവൈലബിളാണ്. അപ്പോൾ ആ പഞ്ചേന്ദ്രിയത്തിന് സെൻസിന് വേണമെങ്കിൽ നിങ്ങൾ അത് കഴിക്കൂ. അല്ലെങ്കിൽ സോയാബീൻ ചൺസ് എടുത്തിട്ട് മസാല ഇട്ട് കഴിഞ്ഞാൽ സെയിം കറിയായില്ലേ. കുട്ടികൾക്ക് പഞ്ചേന്ദ്രിയത്തിന് സെൻസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഇന്ദ്രിയ സെൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നിങ്ങൾ കഴിക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ആണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്ന വെസ്റ്റേൺ ഫിലോസഫിയാണ്, ഈസ്റ്റേൺ അല്ല. വെസ്റ്റേൺ കൺട്രീസിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈസിലി അവൈലബിൾ അതാണ്, ഏറ്റവും ചീപ്പും അതാണ്. ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയിൽ ചീപ്പസ്റ്റ് നമുക്ക് ഫ്രൂട്ട്സാണ് അവൈലബിൾ, വെജിറ്റബിൾസാണ് അവൈലബിൾ. നമുക്ക് ഈസിലി അവൈലബിൾ അല്ലേ. പയറ്, കടല, പരിപ്പ് ഇതെല്ലാം വളരെ ചീപ്പല്ലേ മീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഫിഷുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ. സർക്കാരുകളുടെ ഗുണം കൊണ്ട് ഇപ്പം എന്തായാലും ഇതിൻ്റെയൊക്കെ വില ഏകദേശം ഒരുപോലെ ആകും. ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് 450-500 രൂപ. ശരിയാണ്. അത് പണ്ട് കാലത്ത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്നും പറഞ്ഞ് നമ്മളെ കളിപ്പിച്ചു. അത് പാം ഓയിൽ ഇറക്കുമതി. ഇതൊക്കെ ബിസിനസ്സാണ്. ഇപ്പോൾ അവന്മാർ പറഞ്ഞു അമേരിക്കൻസ് കഴിക്കുന്ന രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെർജിൻ കോക്കനട്ടിൽ ഒരു സ്പൂൺ കഴിച്ചിട്ടാണ് ഹാർട്ടിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കും പ്രിവെൻറ്റ് ചെയ്യുന്നത്. പണ്ട് നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? കൊളസ്ട്രോൾ ഉണ്ടായിട്ട് ഹൃദയാഘാതം പ്രശ്നമാണ്. ഇതാണ് പറഞ്ഞത്, അതൊക്കെ ബിസിനസ്. എന്തായാലും കുറേയധികം നേരം സംസാരിക്കാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. സ്നേഹം, ഒരുപാട് അറിവുകൾ പകർന്നു തന്നതിന് ഇനിയും ഞങ്ങൾ ബാക്ക് മീഡിയയുടെ ഫ്ലോറിൽ പ്രതീക്ഷിക്കും. താങ്ക് യു ഡോക്ടർ. നമസ്തേ.